ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ആയിരുന്നു. ഒരു അൺനാച്ചുറൽ ഡെത്ത് എന്ന രീതിയായിട്ട് നമുക്ക് പോലീസിന്റെ റിപ്പോർട്ട് കിട്ടിയായിരുന്നു. അതിനുശേഷം അതിന്റെ അന്വേഷണത്തിന് ചുമതല നമ്മുടെ സബ് കളക്ടർ OV അൽഫ്രഡിന് കൊടുത്തിരുന്നു. കൂടാതെ പോലീസ് അടുത്ത് കൃത്യമായിട്ട് കോർഡിനേറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എല്ലാ നടപടി എടുത്തു. ആദ്യം പ്രാവശ്യം പോയപ്പോൾ എല്ലാവർക്കും അറിയാം, ചില ലോക്കൽ പ്രൊട്ടസ്റ്റ് പോലെയായിരുന്നു. ആൾക്കാരിനെ കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരിനെ അത് സംഭവം പ്രശ്നമല്ല, അതുകൊണ്ട് നമുക്കത് ഡിസെന്റർ ചെയ്യാനുള്ള ആവശ്യമില്ല എന്ന് ആയിരുന്നു അവരുടെ ചിന്താഗതി. കുറച്ച് ആൾക്കാരിനെ അതിൽ സംശയമുണ്ട്, എന്തിനെ ആൾക്കാരിനെ കാണിച്ചില്ല ബോഡി, അതൊക്കെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ദിസ് വാസ് എ കേസ് ഓഫ് അൺനാച്ചുറൽ ഡെത്ത്. മാത്രമല്ല പിന്നീട് കോടതി കൂടി ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ച് അറിയാത്തവരായി കേരളത്തിൽ ആരുമില്ല. ഈ സമാധി ഏറെ ചർച്ചയായ വിഷയം തന്നെ. ഒരുപാട് പേര് അതിന്റെ വിഷ്വലൊക്കെ എടുത്തിട്ട് റീൽസൊക്കെ ചെയ്തു, കോമഡിയാക്കി, അതങ്ങനെ ഭയങ്കര ചർച്ചയായി മാറിയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും അത് ചർച്ചയിൽ തന്നെയാണ് ഈ ഗോപൻ സ്വാമിയുടെ ഈ സമാധി എന്ന് പറയുന്ന സംഭവം. ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തിയെ ഈ സമാധി കൊണ്ട് ഏറ്റവും കൂടുതൽ കേരളക്കര ചിരിക്കത്തക്ക രീതിയിലേക്ക് അപമാനിച്ചു വിട്ടത് അങ്ങേരുടെ സ്വന്തം മക്കളാണ്. അപ്പം ആദരാഞ്ജലികളൊക്കെ അർപ്പിച്ചുകൊണ്ട് പോസ്റ്ററൊക്കെ അവിടെ ഇവിടെയൊക്കെ അങ്ങ് പതിച്ചു. അയലക്കംകാരുടെ ശ്രദ്ധ പിടിച്ചത്, ഇത് ഇയാൾ അവിടെ ഉണ്ടായിരുന്നതാണല്ലോ, ഇയാൾ കിടപ്പുരയിൽ മരിച്ചോ? കാരണം നാട്ടുകാരും അറിഞ്ഞില്ല ഇയാൾ മരിച്ചത് പോലും, ബന്ധുക്കൾ പോലും അറിഞ്ഞില്ലെന്നൊക്കെ ഇളകി. എന്നിട്ട് ആൾക്കാർ ചോദിക്കുകയാണ്, ഇതെങ്ങനെ ഇനി അപ്പനെങ്ങനെ ഇവർ കൊന്നോ? അത് അയാൾ കിടപ്പുരോഗിയായിരുന്നല്ലോ. എന്നാൽ മക്കൾ പറയണേനാ അപ്പൻ ചായയും കാപ്പിയെല്ലാം കുടിച്ച് പുഴുക്കും കഞ്ഞിയെല്ലാം തിന്നേച്ച് ഇൻസുലിൻ്റെ മരുന്നും എടുത്തേച്ച് നടന്നു പോയിട്ട് അതിനുള്ളിൽ കയറിയിരുന്ന കല്ലറയ്ക്കകത്ത്. പിന്നെ ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്ത മക്കളാണ്. വിശ്വസിക്കത്തക്ക രീതിയിൽ ഒരു കഥ മെനഞ്ഞിരുന്നെങ്കിൽ പിന്നെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയില്ലായിരുന്നു. ഇത് ഒരിക്കലും നാട്ടുകാരെ പറ്റിക്കാൻ എത്ര നാളെ പറ്റും? നമ്മുടെ സ്വന്തം അയലക്കത്തുള്ളവരെ എങ്ങനെ പറ്റിക്കാൻ പറ്റും? അവർ നമ്മളെപ്പോഴും കാണുകയും കേൾക്കുകയും അവരുടെ വീട്ടിലെ സംസാര രീതികൾ, വർത്തമാനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നവരാ. നല്ല തെറിയും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും. അങ്ങനെയാണ് ഇവർ ആത്മീയ ആചാര്യന്മാരെ പോലെ നിന്നിട്ടാണ് പിന്നീട് സംസാരിക്കുന്നത്. മക്കൾ പറയാം, എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നിങ്ങൾക്ക് എന്ത് നേടാനാന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ കോമഡി ആക്കാതെ എന്ത് ചെയ്യും? എന്നാൽ ഇവരെന്ത് ചെയ്യണമായിരുന്നു? ഇനി അപ്പൻ ഇങ്ങനെ ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ മരിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് പരിശോധിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും അറിയിക്കുക, ഒരു പഞ്ചായത്ത് മെമ്പറെ, ആരെങ്കിലും ഒരാളോട്, അയൽക്കത്തുള്ള ഒരാളോട്, അല്ലെങ്കിൽ ഒരു ബന്ധുവിനോടെങ്കിലും ഒന്ന് പറഞ്ഞത് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വിഷയം ഇവരുടെ വീട്ടിൽ നടക്കത്തില്ലായിരുന്നു. എന്നാൽ ഈ മക്കൾ ഈ നാട്ടുകാരെ അറിയിക്കാതെ ഇത് ചെയ്തത് എന്തിനായിരിക്കും? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇവർ ഇത് വീണിടം വിഷ്ണുലോകമാക്കാൻ ശ്രമിച്ചതാണ്. എന്ന് വെച്ചാൽ ഇവർക്ക് 5 പുത്തൻ ഉണ്ടാക്കാനായിട്ട് ഇവരൊരു ശ്രമം നടത്തി. സമാധി എന്നൊക്കെ പറഞ്ഞിട്ട് ആദരാഞ്ജലി എഴുതിയിരിക്കുന്ന സമാധിയായ ഗോപൻ സ്വാമി എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഉറപ്പായും ഈ ഹിന്ദു ഭക്തരായിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് ചെല്ലും, അവരിരുന്ന കാഴ്ചകളൊക്കെ അവർക്ക് എടുക്കാം എന്നായിരിക്കും അവർ വിചാരിച്ചത്. അതിനൊരു തിരിച്ചടിയായി. അങ്ങനെ പോലീസുകാർ വന്ന് ഇത് ഇടപെടുമ്പോൾ ഇവർ വിളിച്ചു പറയുന്നതിനാ, മുസ്ലിങ്ങളുടെ വാക്കും കേട്ട് നിങ്ങൾ ഇതൊന്നും ചെയ്യരുത്, ഞങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തരുതെന്നാണ് പറയുന്നത്. ഇതിൽ മുസ്ലിങ്ങൾ എന്ത് പിഴച്ചു? മുസ്ലിങ്ങളെ മാത്രമല്ല, ഇപ്പോൾ ഇവർ അയലക്കത്തുള്ളവർ തന്നെ ഓർത്ത് നോക്കി, അയാൾ എഴുന്നേറ്റ് ജീവനോട് പോയി അതിനകത്തിരുന്ന് സമാധിയായി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളായിക്കോട്ടെ, ഹിന്ദുക്കളായിക്കോട്ടെ, മുസ്ലിങ്ങൾ ആർക്കാണെങ്കിലും ഒരു പേടി തോന്നില്ലേ? എൻ്റെ ദൈവമേ ഇതൊക്കെ എന്താ എന്നോർത്ത്. എന്നാൽ ഇത് കേസ് മുമ്പോട്ട് പോയി. അതിനുശേഷം ഇവർ പോലീസിൻ്റെ ഇടപെടൽ, പിന്നെ കോടതിയുടെ ഇടപെടൽ, കളക്ടർ വന്നു, അങ്ങനെ എല്ലാ ആൾക്കാരും വന്ന് സംസാരിച്ച് ഇടപെട്ട് ഈ കല്ലറ അങ്ങ് പൊളിക്കണം എന്നുള്ള തീരുമാനത്തിലെത്തി. കല്ലറ പൊളിച്ചു, കൊണ്ടുപോയി പരിശോധനയൊക്കെ നടത്തി. പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം സ്വാഭാവിക മരണമാണെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് ഘോഷയാത്രയോടുകൂടെ വീട്ടിൽ വന്നതൊരു മഹാസമാധിയായിട്ട് അതിന് വീണ്ടും അടക്കം ചെയ്തു എന്ന് വെച്ചാൽ സമാധിയാക്കി. കാരണം അവർക്ക് ഇത് കല്ലറാന്നൊന്ന് പറയണ പോലും ഇഷ്ടമല്ല. കല്ലറയല്ല, ഇത് സമാധിയാന്ന് അവർ തിരുത്തി പറയുന്നുണ്ട് പലരോടും മക്കൾ. ഇനി അഥവാ വീണ്ടും എന്തെങ്കിലും പരിശോധിക്കണമെന്ന് പറഞ്ഞ് ഇനി പോലീസ് അതൊന്ന് മാന്തണമെന്ന് പറഞ്ഞാൽ ഇത് സമാധിയുടെ ഇനി മെഗാ സമാധിയാക്കും ഇവർ. ആ തരത്തിൽ പോകും കാര്യങ്ങൾ. ഇവരൊക്കെ ഒന്ന് വൈറലാകാൻ ശ്രമിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മക്കളൊക്കെ ഈ ഒരു സമാധിയുടെ കാര്യമൊക്കെ പറഞ്ഞൊന്ന് വൈറലായി. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് തിരുവനന്തപുരം സബ് കളക്ടറാണ്. ചുള്ളനെ കണ്ടതോടുകൂടി സോഷ്യൽ മീഡിയ അങ്ങ് ഗോപൻ സ്വാമിയെ മാറ്റി നിർത്തിയിട്ട് പിന്നെ കളക്ടറെ കുറിച്ചായി ചർച്ച. പെൺകുട്ടികളുടെയൊക്കെ ആരാധനാപാത്രം, ആൺകുട്ടികൾക്ക് കുശുമ്പ് തോന്നത്തക്ക രീതിയിൽ അവൻ ഭയങ്കര സംഭവമായി മാറി. OV അൽഫ്രഡ് കളക്ടറൊക്കെ പറയുന്നുണ്ട്, ഇത് കുറച്ച് സംഘടനകളൊക്കെ ഇതിനെതിരെ വന്നിരുന്നു, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് സംസാരിക്കണമായിരുന്നു, അതൊക്കെ സോൾവ് ചെയ്യണമായിരുന്നു എന്നൊക്കെ. അപ്പം നമ്മൾ ചിന്തിക്കാവുന്നേ ഉള്ളൂ, ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ എന്തൊക്കെയാണെങ്കിലും അവരുടേതായ സംഘടനകൾ ഇടപെടും, അവരുടെ വിശ്വാസം കാര്യങ്ങളൊക്കെ വരും. അതിനെ എതിർക്കാൻ കുറച്ച് പേരുണ്ടാവും, ഉറപ്പായും ആ വിശ്വാസത്തെ എതിർക്കുന്ന കുറച്ച് പേരുണ്ടാവും, അല്ലെങ്കിൽ ഇതിനോട് പേടി തോന്നുന്ന ഒരു കുറച്ച് പേരുണ്ടാവും, ജീവനോടെ പോയി എന്നൊക്കെ പറയുമ്പോഴേ. എന്നാൽ ഇയാളുടെ ജീവിത പശ്ചാത്തലം എടുത്ത് നോക്കിയാലോ, പുള്ളി കേസിലൊക്കെ പ്രതിയാണ് താനും. അതെന്ത് സന്യാസിയാ, ഇതെന്ത് സാമ്യ? അങ്ങനെയൊക്കെ സ്വാമിമാർ ചെയ്യുമോ? ഇതൊന്നും ഇക്കാരണം കൊണ്ടായിരിക്കും ഒരു പക്ഷേ മക്കൾ ആരും അറിയാതെ സമാധിയാക്കിയത്. ഇത് തമാശയ്ക്ക് പറയും, ഇങ്ങനെ അതിനെ സമാധിയാക്കൂടാന്നൊക്കെ പറയുന്ന പോലെ
അന്ന് ആരും അറിയാതെ സമാധിയാക്കിയതാണോ എന്നും അറിയത്തില്ല. അതുമല്ല, അതോടൊപ്പം ഇവർ പറയുന്നുണ്ട് 41 ദിവസം കഴിഞ്ഞാൽ എന്തോ ശിവരാത്രിയാണ്, അപ്പോൾ അച്ഛൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതാണെന്ന് പറയുന്നത്, മകൻ മാത്രം കാർമ്മികത്വം വഹിച്ചാൽ മതി എന്നും പറയുന്നു. ഇതിലൊക്കെ എന്തോ പൊരുത്തക്കേടല്ലേ പന്തികേടുണ്ട് എന്ന് തോന്നും. ഈ 41 ദിവസത്തിൽ അപ്പോൾ തീരുമാനിക്കും, ഞാൻ മരിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മൾ മരിക്കുമോ? അല്ലേ അത് ആത്മഹത്യയായിരിക്കണ്ടേ? ഞാൻ ഇന്ന ദിവസം അല്ലെങ്കിൽ ശിവരാത്രി 41 ദിവസം കഴിയുമ്പോൾ ശിവരാത്രിയാണ്, അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ഈ ലോകത്തുനിന്ന് പോകണം, അല്ലെങ്കിൽ സമാധി ആവണം എന്ന് വിചാരിക്കണമെങ്കിൽ ആ വ്യക്തി ഒന്നിലെ ആത്മഹത്യ ചെയ്യണം, അല്ല എങ്കിൽ സ്വയം മരണം വരിക്കാനുള്ള കഴിവുള്ള വ്യക്തിയാണോ? അത്രയ്ക്ക് വലിയ സ്വാമിയാണോ ഇയാൾ? അല്ല, അത്ര വലിയ സ്വാമിയാണ് ഇയാൾ, എങ്ങനെ ഈ കേസിലൊക്കെ പ്രതിയായി? അതും നുണക്കഥയാണോ അതൊക്കെ? അപ്പോൾ മക്കൾ അതിന് കാർമ്മികത്വം വഹിക്കണം എന്ന് പറഞ്ഞു. അത് പുള്ളിയുടെ ആഗ്രഹമായിരുന്നു. അതും പ്രകാരം അങ്ങനെ ചെയ്തേ. അവിടുന്ന് കല്ല് കൊണ്ടുവന്നു, ഇവിടുന്ന് കല്ല് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ എന്തായാലും രാസഫല റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം എന്തായിരുന്നു കാര്യം. നോർമൽ മരണം തന്നെ ആയിരിക്കട്ടെ, ഇല്ലേ എങ്കിൽ അവർ വീണ്ടും കുടുങ്ങും. കാരണം കുടുംബസമേതം പിന്നെ ജയിലിലേക്ക് പോകേണ്ടി വരും, ഒരു കാരണവരെ കൊന്നു എന്നുള്ള കുറ്റത്തിന്. എന്തായാലും രാസപരിശോധന റിപ്പോർട്ട് വരെ ഞാനും കാത്തിരിക്കുകയാണ്. കാരണം എനിക്കും ആകാംക്ഷയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപേണ അറിയിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.